ട്രംപ് എന്തായാലും രണ്ടും കൽപ്പിച്ചാണ്. ഇന്ത്യ ശത്രു ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യയെ, അല്ലേ? ഇന്ത്യയും റഷ്യയും കൂടെ ഒരുമിച്ച് തകരട്ടെ, തകർച്ചാഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഇപ്പം മോദിയുടെ പ്ലാൻ എന്താണെന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും അദ്ദേഹം ഒരു പ്ലാൻ കണ്ടിട്ടുണ്ടായിരിക്കും. പുടിൻ എന്തായാലും ഒരു പ്ലാൻ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ? കാരണം ഈ ഉക്രൈൻ യുദ്ധം നിർത്താനാണല്ലോ ഈ പരിപാടിയൊക്കെ. അപ്പോൾ ഇന്ത്യ എന്തായാലും ഇന്ത്യയുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ചൈനയുടെ അടുത്ത് ഉള്ള നിലപാടാണെങ്കിലും റഷ്യയുടെ അടുത്ത നിലപാടാണെങ്കിലും തുടരും എന്നുള്ളതാണ് ഇന്ത്യ അറിയിക്കുന്നത്. ഇവന്മാരെ പേടിച്ചിട്ടൊന്നും മാറാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ റഷ്യ ഇതിനെ അടുത്ത തലത്തിലോട്ട് എങ്ങനെ കൊണ്ടു? കാരണം റഷ്യ ഇപ്പോൾ ഉപരോധങ്ങളെ അടിച്ചിരുത്തി നോക്കുകയാണ് അമേരിക്ക. അതെന്തായാലും നടക്കുമെന്നും തോന്നുന്നില്ല. കാരണം ഇന്ത്യ ചൈനയും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ബദലായിട്ട് ഒരുപക്ഷെ ഇന്ത്യയും ചൈനയും തന്നെ വിട്ടുപോയാലും അവർക്ക് പിടിച്ചു നിൽക്കാമല്ലോ രാജ്യമായിട്ട്. അപ്പോൾ അവരങ്ങനെ എന്തെങ്കിലും ഒരു മുൻകരുതൽ എടുത്തിട്ടുണ്ടോ? മുൻകരുതൽ എടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റഷ്യ എന്തായാലും ട്രംപിനെ ഭയപ്പെട്ട് പോകാനുള്ള സാധ്യതയില്ല. അവർക്ക് നിലനിന്ന് തന്നെ ആവണം. അവർക്ക് സാമ്പത്തികമായിട്ട് ചില പ്രതിസന്ധികളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് ഉള്ളതുമാണ്. നമ്മൾ ഉള്ളതിനെ മറച്ചു വെച്ച് സംസാരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ അത് ഉള്ള കാര്യമാണ്. പക്ഷെ ആ രാജ്യത്തിന് മുന്നോട്ട് പോയേ പറ്റും. വലിയൊരു രാജ്യം അമേരിക്കയുടെ മുമ്പിൽ പോയിട്ട്, അത്രയും വലിയൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് പോയിട്ട് ശരി റാൻ മുതലാളി എന്നൊക്കെ പറയുമെന്ന് ട്രംപ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ട്രംപിന്റെ തലയ്ക്ക് വീണ്ടും കിളി പോയി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഉള്ള കിളിയെല്ലാം മൊത്തം പോയല്ലോ. അപ്പോൾ ആ ഒരു കിളി പോയതിന്റെ ഭാഗമായിട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ട്രംപിന് ഇന്ന് എണീക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ എന്താണോ തോന്നുന്നത് മൂപ്പര് അതാണ് വിളിച്ചു പറയുന്നത്. മൂപ്പര് പറഞ്ഞതുകൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ടോ? മൂപ്പര് വന്നതോടുകൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അങ്ങോട്ട് കുമിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ട്രംപ് സർക്കാരിന് സമയത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. പ്രായം കുറച്ചുകൂടെ പിന്നോട്ടടിക്കുന്നുണ്ടല്ലോ ആ സമയത്ത്. ഇതിപ്പോ പ്രായം കൂടുമ്പോ ചില അസ്ഥിതകൾ കൂടുമെന്ന് പറയാറുണ്ട്. അതെ, മൈക്കിനെതിരെ ആംപ്ലിഫയറിനെതിരെ കേസെടുക്കാന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കലാപരിപാടികൾ, അത്രയേ ഉള്ളൂ. ആ കലാപരിപാടികൾ പക്ഷെ മറ്റു രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ മാത്രമായിരിക്കുന്നു, ഡാമേജ് അത്രയും ചെറുതായിരിക്കുന്നു. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ലോകം മൊത്തം. അതെ, അതുകൊണ്ട് അതിന്റെ ഒരു ആഴം കൂടുതലാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് അമേരിക്ക പോലെ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത, അതായത് വീണ്ടും വിചാരമില്ലാതെ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ വീണ്ടും വിചാരമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പൊ അമേരിക്കയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ബട്ട് അവിടെ ഇങ്ങനെ പോളിംഗ് ഉണ്ട്. ഈ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നിട്ട് എങ്ങനെയുണ്ട്, നല്ലതാണോ ചെയ്യുന്നതാണോ, നമ്മൾ ചില പോളിംഗ് നമ്മുടെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അല്ലാതെയൊക്കെ വരുന്നത് കണ്ടിട്ടില്ലേ? അത്തരത്തിൽ പോളിംഗ് ഉണ്ട്. അത് ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടായത് വെച്ച് ഏറ്റവും താഴെയാണ്. അതായത് ട്രംപിനോട് ആർക്കും താല്പര്യമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം മൂപ്പര് കഴിഞ്ഞിടക്ക് പറഞ്ഞൊരു കാര്യം ഓർമ്മ വരികയാണ്. ബ്രസീലാണോ സൗത്ത് ആഫ്രിക്കയാണോ എന്നറിയില്ല, ഈ പറയുന്ന രീതിയിൽ വലിയ രീതിയിൽ അവിടെ മാംസം കയറ്റി ഇങ്ങോട്ടേക്ക് ഇതാക്കുകയാണ്. അപ്പൊ ആ മാംസം കയറ്റി അയക്കുന്ന പന്നിമാംസമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഏതായാലും എന്തോ ഒരു മാംസമാണ്. അപ്പൊ അത് കയറ്റി അയക്കും. അപ്പൊ ഇവര് പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു ഞങ്ങള് തിരിച്ചു കയറ്റി അയക്കും. ഏത് ഇവർക്ക് ഇല്ലാത്തത് കൊണ്ട്, ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് ഇവർ ഇറക്കുമതി ചെയ്യുന്ന മാംസം നേരെ തിരിച്ച് ആ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ വിഡ്ഢിത്തരം മുഴുവനും പറയുമ്പോൾ ഒരു ലോകം മുഴുവൻ അറിയില്ല, ആ രാജ്യം മാത്രമല്ലല്ലോ, ലോകം മുഴുവൻ അറിയല്ലേ. അപ്പൊ അത്തരത്തിലാണ് ട്രംപിന്റെ വെളിപാടുകൾ. ഇനി നാളെ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന വെളിപാട് എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും പുടിനെ പോലെ ഒരു പ്രസിഡന്റ് ഒരിക്കലും ട്രംപിന്റെ താഴെ പോയിട്ട് ശരി സാർ ഇതെല്ലാം ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, യുക്രൈൻ വാർ നിർത്തും എന്നൊന്നും പറയാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം യുക്രൈൻ ആരുടെയൊക്കെ പിന്തുണയിലാണ് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഈ പിന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് താല്പര്യങ്ങൾ എന്താണ് എന്നുള്ളതും പുടിന് കൃത്യമായിട്ട് അറിയാം. അത് കണ്ടുകൊണ്ട് തന്നെയാണ് പുടിന്റെ നീക്കവും. സാമ്പത്തികമായി കുറച്ച് തകർന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കയറ്റിക്കൊണ്ട് വരാമെന്നുള്ളതാണ് ചെയ്യുക. പുടിൻ ഈ പറയുന്നത് പോലെ ട്രംപിന്റെ പോലെ ഒരിക്കലും വന്നിട്ട് വിടുവായുത്തരം പറയില്ല. പുടിനും മോദിയുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, വളരെ കാൽക്കുലേറ്റ് ചെയ്ത്
അളന്നു മുറിച്ച് മാത്രമാണ് സംസാരിക്കുക. ആ സംസാരിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവര് ഇതെല്ലാം ചെയ്തതുകൊണ്ട് യുക്രൈനുമായിട്ടുള്ള പ്രശ്നം അവസാനിപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇനി പുടിൻ മറ്റൊരു കാര്യം കൂടി നോക്കി കാണുന്നുണ്ട്. നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാം തിരിച്ചടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം രീതിയിൽ പ്രതിരോധിക്കണം എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ദീർഘവീക്ഷണത്തോടു കൂടി നോക്കിക്കാണുക കൂടി ചെയ്യുന്നുണ്ടാവും. എന്തായാലും അത്തരത്തിലുള്ള ഒരു വാക്ക് തന്നെയാണ് ഇപ്പോൾ വരുന്നതും. കാരണം നമുക്കറിയാം സാത്താൻ 2 അങ്ങനെയുള്ള പലതരത്തിലുള്ള ആണവായുധങ്ങൾ വഹിക്കാൻ കഴിയുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഏറ്റവും പ്രഹരശേഷി കൂടിയിട്ടുള്ള മാരകമായിട്ടുള്ള ആയുധങ്ങളെല്ലാം തന്നെ റഷ്യയുടെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഇതൊരെണ്ണെടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുക്രൈൻ പ്രശ്നം അവിടെ തീരും. പക്ഷെ അവർ അത് വേണ്ട എന്ന് വെച്ചിട്ടാണല്ലോ. അപ്പൊ പുതിയ ഉപരോധങ്ങൾ നേരിടും. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഉപരോധം ഇനിയിപ്പോൾ ഇതിൽ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. ആണവ ബോംബ് ഉപയോഗിക്കാനായിട്ട് മടി കാണിക്കുന്ന എന്തുകൊണ്ടാണ് പല രാജ്യങ്ങളും? ഈ ആണവ ബോംബ് ഇട്ടതിന് ശേഷം ആ രാജ്യങ്ങൾ നേരിടാൻ പോകുന്ന ഭീഷണിയാണ്. അതായത് അവരെ ഒറ്റപ്പെടുത്തും, ഈ പറയുന്ന പോലെ ഉപരോധങ്ങൾ കൊണ്ട് അവരെ ശ്വാസം മുട്ടിപ്പിക്കും. ഇത്തരത്തിലുള്ള പേടി കൊണ്ടാണ് ഒറ്റപ്പെടലാണല്ലോ മനുഷ്യരാണെങ്കിലും രാജ്യങ്ങളാണെങ്കിലും ഒക്കെ പേടിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ റഷ്യ ഇങ്ങനെ ഓൾറെഡി ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും നോക്കാനില്ല. അപ്പോൾ അതവിടെ ചെയ്യാത്തത് മറ്റ് മാർഗങ്ങളിലൂടെ ഇതിനെ എവിടെ ഒരു മെസ്സേജ് നൽകുക എന്നുള്ളത്. ഈ ആണവായുധം പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ നാടിനെ പിന്നീട് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് ഒരുപാട് കാലം, നമുക്കറിയാം ജപ്പാനിലൊക്കെ അതെ, അത് എത്രയോ കാലം, പിന്നെ തലമുറകൾക്കാണ്. അതെ, തലമുറകൾക്കാണ്. മാത്രമല്ല എത്രയോ കോടിക്കണക്കിന് ബില്യൺ കണക്കിന് തുക ചെലവഴിച്ച് അവിടെ പലതും ചെയ്യേണ്ടി വരും. അപ്പൊ അതിലും നല്ലത് ഇങ്ങനെ മെല്ലെ പോകുന്നതാണ്. ഈ പറയുന്ന റഷ്യയിൽ തന്നെ ഇത്തരത്തിൽ ആണവ വികരണങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളുണ്ട്. അവിടെ പിന്നെ ഇഷ്ടംപോലെ അബാൻഡൻഡ് പ്ലേസ് ഉണ്ട്, ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങൾ. അപ്പം അവർക്കറിയാം ഈ അവരുടെ ഇതിന്റെ ഒരു വ്യാപ്തി എന്താണെന്നുള്ളത് അവർക്കറിയാം. യുക്രൈനെ അവർ സ്വന്തമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ യുക്രൈൻ ഒരു രാജ്യമായിട്ട് നിൽക്കട്ടെ, നാറ്റോയുടെ ഒപ്പം ചേരാതെ, ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് അപ്പുറത്തേക്ക് യുക്രൈന്റെ നാശമൊന്നും റഷ്യ ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടുത്തുകാർ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പൊ അവർക്കത് നന്നായിട്ട് അറിയാം. ഇപ്പൊ വരുന്ന വിവരം എന്താണെന്ന് അറിയാമോ? ഈ പുതുതലമുറ ലേസർ ആയുധങ്ങളൊക്കെ റഷ്യ വികസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഊർജ യുദ്ധത്തിലെ ഏറ്റവും ഈ പറയുന്ന പോലെ ഏറ്റവും വലിയ മുന്നേറ്റമായിട്ട് കൂടി കണക്കാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്നാണ് പുതുതലമുറ ലേസർ ആയുധങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവരുടെ പരീക്ഷണങ്ങളും വികസനങ്ങളും ഇതൊന്നും അവിടെ നിൽക്കുന്നില്ല. അവരിത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇവ മൂന്നെണ്ണമാണ് പ്രധാനപ്പെട്ട ലേസർ ആയുധങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്നെണ്ണത്തിന്റെയും എന്താ പറയാ പരീക്ഷണ ഘട്ടങ്ങളൊക്കെ അവസാനിച്ചു എന്ന് പറയുന്നത് സ്പുട്നിക് തന്നെയാണ്. അവിടുത്തെ മാധ്യമമായിട്ടുള്ള സ്പുട്നിക് ആണ്. അപ്പൊ ഇത് പുതിയ റഷ്യൻ ലേസർ ആയുധങ്ങൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷ്യങ്ങളെ തകർക്കാനും കഴിയുമെന്ന് പറയുന്നുണ്ട്. ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയത് പൊസോക്ക് എന്ന കോമ്പാക്ട് എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ഇത് ഡ്രോണുകളെ പ്രവർത്തനരഹിതമാക്കാൻ കഴിയുന്ന കാര്യമാണ്. റഷ്യയുടെ ആയുധ ശേഖരത്തിൽ പെരസ്വെറ്റ് ലേസർ സിസ്റ്റവും ഉൾപ്പെടുന്നുണ്ട്. ഇത് ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ ശേഷി ഇല്ലാതെയാക്കാനായിട്ട് യുക്രൈനിൽ വിന്യസിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങളൊക്കെ അനുസരിച്ച് ഈ സംവിധാനം ഇതിനകം തന്നെ സൈനിക സേവനത്തിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. കൂടാതെ മിസൈലുകളും വിമാനങ്ങളും ഒക്കെ വെടിവെച്ച് വീഴ്ത്താൻ ഈ ലേസർ ആയുധങ്ങൾക്ക് കഴിയുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2018 മാർച്ചിൽ തന്നെ ഈ പുതിയ ലേസർ ആയുധത്തിന്റെ നിലനിൽപ്പ് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ സതിര എന്നൊരു സംവിധാനം കൂടിയുണ്ട്. ഇതിന് ശത്രു ഉപകരണങ്ങളെ കത്തിച്ചു കളയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ലേസർ സാങ്കേതിക വിദ്യയുടെ വികസനത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ വലുപ്പവും ഊർജ പരിമിതികളും കാരണം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഈ സംവിധാനങ്ങൾ റഷ്യക്ക് വലിയ തരത്തിലുള്ള സാങ്കേതിക മുന്നേറ്റം തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ശീതയുദ്ധകാലത്തെ ലേസർ ഘടിപ്പിച്ചിട്ടുള്ള 1K17 ഷാറ്റി ടാങ്ക് പോലുള്ള പദ്ധതികളുടെ പുനരുജ്ജീവനവും ഒക്കെ ഈ മേഖലയിൽ റഷ്യക്കുള്ള ഒരു എന്താ പറയാ അവർക്കുള്ള താല്പര്യമൊക്കെ പുറത്താക്കുന്നുണ്ട്.
ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് സംസാരം അവസാനിപ്പിക്കാം. ഇവരുടെ ലേസർ ആയുധങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ഒന്ന് പൊസോക്കാണ്. ഇത് ഡ്രോണുകളെ നിർവീര്യമാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ലേസർ വ്യോമ പ്രതിരോധ സംവിധാനമാണ്. കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷണങ്ങളിൽ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഡ്രോണുകളെ പ്രവർത്തനരഹിതമാക്കാനായിട്ട് ഇതിന് കഴിഞ്ഞതായിട്ട് റിപ്പോർട്ടുണ്ട്. കൃത്യമായ ലക്ഷ്യത്തിൽ നിന്ന് 1 സെക്കൻഡ് നേരിട്ടുള്ള ലേസർ പ്രയോഗത്തിലൂടെ ഡ്രോൺ ബാറ്ററിയെ ഇതിന് നശിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതിന്റെ 3 കിലോവാട്ട് പ്രോട്ടോടൈപ്പാണ് പരീക്ഷിച്ചത്. വ്യാവസായിക തന്ത്രപരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ഒരു 80 കിലോവാട്ട് പതിപ്പ് അവർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇതൊരു പോർട്ടബിൾ ഇന്റർബിയം അടിസ്ഥാനമാക്കിയിട്ടുള്ള ലേസർ സംവിധാനമാണെന്ന് പറയുന്നുണ്ട്. അദൃശ്യമായിട്ടുള്ള ലേസർ ബീമുകൾ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. യുക്രൈനിയൻ ഡ്രോണുകൾക്കെതിരെ പ്രതിരോധിക്കാൻ റഷ്യ ഇതിനെ വിന്യസിച്ചു എന്നും പറയുന്നു. മറ്റൊന്ന് പെരസ്വെറ്റ് ആണ്. ഉപഗ്രഹ നിരീക്ഷണ ശേഷിയുണ്ടല്ലോ, അത് ഇല്ലാതാക്കാനാണ് ഈ ലേസർ സിസ്റ്റം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് 200 മുതൽ 1100 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഉപഗ്രഹങ്ങളെ ലക്ഷ്യമിടാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. 130 മുതൽ 180 കിലോമീറ്റർ വരെ കവറേജ് വ്യാസവുമുണ്ട്. മൊബൈൽ ഭൂതല മിസൈൽ കോംപ്ലക്സുകളുടെ നീക്കങ്ങൾ മറച്ചുവെക്കുകയും ശത്രുക്കളുടെ നിരീക്ഷണ ശ്രമങ്ങളെ തടസ്സപ്പെടുത്താനും ഇതിന് കഴിയും. അതാണ് അതിന്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. 2017 മുതൽ റഷ്യൻ സായുധ സേനയിൽ ഇത് സജ്ജീകരിച്ച് തുടങ്ങിയിരുന്നു. 2018 ഡിസംബർ 1 ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് റഷ്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള മിസൈൽ സേന വിഭാഗങ്ങൾ വിന്യസിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് സതിരയാണ്. പെരസ്വെറ്റിനേക്കാൾ കൂടുതൽ ശക്തിയുള്ള ലേസർ സംവിധാനമാണ് ഈ സതിര എന്ന് പറയുന്നത്. ശത്രു ഉപകരണങ്ങളെ നേരിട്ട് കത്തിക്കുക തന്നെയാണ് ഇതിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. യുക്രൈനിയൻ ഡ്രോണുകളെ നശിപ്പിക്കാൻ ഇത് ഉപയോഗിച്ചതായിട്ട് റഷ്യ അവകാശപ്പെടുക കൂടി ചെയ്യുന്നുണ്ട്. 5 കിലോമീറ്റർ ദൂരപരിധിയുള്ള ലക്ഷ്യങ്ങളെ 5 സെക്കൻഡിനുള്ളിൽ ഇതിന് നശിപ്പിക്കാൻ കഴിയും. ഈ ലേസർ ആയുധങ്ങളൊക്കെ റഷ്യയുടെ സൈനിക ശക്തിയിൽ ഒരു വലിയ മുന്നേറ്റമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഇത്തരം ആയുധങ്ങളുടെയൊക്കെ പ്രവർത്തനത്തെ മൂടൽ മഞ്ഞ്, മഴ തുടങ്ങിയ അന്തരീക്ഷ സാഹചര്യം തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കൂടാതെ ഈ സംവിധാനങ്ങൾ വലിയ അളവിൽ വൈദ്യുതിയും ആവശ്യമാണ്. പക്ഷെ അതൊക്കെ അവർ അറേഞ്ച് ചെയ്യും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ വികസിപ്പിക്കുന്നത്. പിന്നെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല, ഇത്തരം സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ്. അപ്പൊ അത് അവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ചെയ്യുകയുള്ളൂ. ഇത്തരം സംവിധാനങ്ങളൊക്കെ ഇവർ വികസിപ്പിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ട്രംപ് പറയുന്നിടത്ത് പുടിൻ പോയി നിൽക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഒരിക്കലും അത് നിന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു പരാജയമായിട്ട് ചരിത്രത്തിൽ എഴുതപ്പെടുക കൂടി ചെയ്യും. അതുകൊണ്ട് അതിന് മുതിരുമെന്ന് കരുതുന്നില്ല. എന്തായാലും ഇവർ ഇതെല്ലാം വികസിപ്പിക്കുന്നത് കൊണ്ട് ഈ യുദ്ധം ഇങ്ങനെ തുടർന്നു പോകാൻ തന്നെയാണ് സാധ്യതയും.